ഗാസയിൽ ഇസ്രയേലിന്റെ കരയുദ്ധം, പാലായനം, വെളിച്ചെണ്ണയ്ക്ക് വില കുറയും. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഗാസയിൽ രൂക്ഷമായ ഇസ്രയേൽ ആക്രമണം. ഇസ്രയേൽ സൈന്യം കരയാക്രമണം വ്യാപിപ്പിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നതോടെ ഗാസ കടുത്തതും നിരന്തരവുമായ ബോംബാക്രമണത്തിന് വിധേയരാകുന്നു. പുലർച്ചെ മുതൽ ഗാസയിലുടനീളം ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 62 പേർ കൊല്ലപ്പെട്ടു. വെളിച്ചെണ്ണയ്ക്ക് വില കുറയും. ജനങ്ങൾക്ക് ആശ്വാസ വാർത്തയുമായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജിയാൻ അനിൽ. വെളിച്ചെണ്ണ ഉൾപ്പെടെ സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയുമെന്നാണ് മന്ത്രി അറിയിച്ചത്. PS സുബാൽ MLAക്ക് നൽകിയ മറുപടിയിലാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി ഇക്കാര്യം നിയമസഭയെ അറിയിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ ചെലവഴിച്ച തുക സംബന്ധിച്ച് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ കണക്കുകൾ അവതരിപ്പിച്ചു. UDF സർക്കാരിന്റെ കാലഘട്ടത്തേക്കാൾ 4 ഇരട്ടിയിലധികം തുകയാണ് മുൻ LDF സർക്കാരിന്റെയും 2ാം പിണറായി സർക്കാരിന്റെയും കാലത്ത് ചെലവഴിച്ചതെന്ന് മന്ത്രി വ്യക്തമാക്കി. നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. തൃശൂർ പാലിയേക്കര ടോൾ പിരിവ് പുനരാരംഭിക്കുന്നത് തടഞ്ഞ ഹൈക്കോടതി. ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഉത്തരവ് വീണ്ടും നീട്ടി. വ്യാഴാഴ്ച വരെയാണ് ഡിവിഷൻ ബെഞ്ച് നീട്ടിയത്. പൊതുതാൽപര്യം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്ന് ഹൈക്കോടതി. വിശദമായ റിപ്പോർട്ട് നൽകണമെന്നും ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. IRCTC ആപ്പ് വഴി ട്രെയിൻ ടിക്കറ്റ് റിസർവ് ചെയ്യാൻ ഇനി ആധാർ വിവരങ്ങൾ നിർബന്ധമാക്കുന്നു. ഒക്ടോബർ 1 മുതൽ ഈ പുതിയ പരിഷ്കാരം നിലവിൽ വരും. ജനറൽ ടിക്കറ്റ് റിസർവേഷൻ ആരംഭിച്ച് ആദ്യ 15 മിനിറ്റിൽ ആധാർ വിവരങ്ങൾ നൽകിയ ഉപഭോക്താക്കൾക്ക് മാത്രമേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. IRCTC ആപ്പ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയുകയാണ് ഈ നീക്കത്തിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നത്. കോടതി നടപടികൾ അറിയിക്കാൻ വാട്സാപ്പ് സേവനം ആരംഭിക്കാൻ ഒരുങ്ങി കേരള ഹൈക്കോടതി. ഒക്ടോബർ 6 മുതൽ ഈ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരും. കോടതിയുടെ കേസ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടാണ് വാട്സാപ്പ് ഉപയോഗിക്കാനുള്ള തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നോട്ടീസ് പുറത്തിറക്കി. ഫയലിംഗ് ഹർജികൾ, ലിസ്റ്റിംഗ് വിശദാംശങ്ങൾ, കോടതി നടപടിക്രമങ്ങൾ, മറ്റ് പ്രധാന വിവരങ്ങൾ എന്നിവ വാട്സാപ്പ് വഴി അഭിഭാഷകർക്കും കക്ഷികൾക്കും ലഭ്യമാക്കും. എന്നാൽ ഈ വാട്സാപ്പ് സേവനം ഒരു അധിക സൗകര്യം മാത്രമായിരിക്കും. സമൻസുകൾ, അറിയിപ്പുകൾ തുടങ്ങിയ ഔദ്യോഗിക വിവരങ്ങൾക്ക് പകരമാവില്ലെന്ന് നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഒറ്റയടിക്ക് പവന് 640 രൂപ വർദ്ധിച്ചതോടെ 1 പവൻ സ്വർണത്തിന് ഇന്നത്തെ വില 82,080 രൂപയായി. ഗ്രാമിന് 80 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന്റെ വില 10,260 രൂപയിലെത്തി. സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യത. മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വകുപ്പ്. നാളെ കാസർഗോഡ്, കണ്ണൂർ, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ചേർത്തലയിൽ KSRTC സ്വിഫ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് അപകടമുണ്ടായത്. ബസ്സിലുണ്ടായിരുന്ന 28 പേർക്ക് പരിക്കേറ്റു. 9 പേരുടെ നില ഗുരുതരമാണ്. ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ചേർത്തലയിലെ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തേക്ക് ബസ് നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത്. ഇസ്രായേലിന്റെ കടന്നാക്രമണത്തെയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനത്തെയും ചെറുക്കാൻ യോജിച്ച് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്ത് അറബ് ഇസ്ലാമിക് ഉച്ചകോടി. ഖത്തറിന്റെ പരമാധികാരം ചോദ്യം ചെയ്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ രാഷ്ട്ര നേതാക്കൾ ഒന്നടങ്കം അപലപിച്ചു. ഇസ്രായേലിനെതിരെ ശക്തമായ ഏകീകൃത നിലപാട് രൂപപ്പെടുത്താനാണ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ അടിയന്തര ഉച്ചകോടി ചേർന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് നീങ്ങാൻ ലക്ഷ്യമിട്ടുള്ള പ്രമേയം ഉച്ചകോടി പാസാക്കി. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.